1846 സെപ്റ്റംബർ 19 ഫ്രാൻസിലെ ലാസലേറ്റിൽ 14-കാരി മെലാനി മത്തേയുവിനും 11-കാരൻ മാക്സിമിൻ ഗെറാഡിനും പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയമ്മയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ധാരധാരയായി ഒഴുകുന്നുണ്ടായിരുന്നു. അമ്മ കരയുന്നത് അമ്പരപ്പോടെ നോക്കി നിന്ന കുട്ടികളെ തന്റെ സമീപത്തേക്ക് വിളിച്ച അമ്മ താൻ പറയുന്നതെല്ലാം ലോകത്തെ അറിയിക്കണമെന്നും അവർക്ക് സന്ദേശം നൽകി. അമ്മ പറഞ്ഞു, ഞാൻ ലോകത്തിനു വേണ്ടി അവിരാമം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയധികം പ്രാർത്ഥിച്ചാലും പ്രവർത്തിച്ചാലും പരിഹരിക്കുവാൻ കഴിയാത്ത വിധം ഭീകരമാണ് തിന്മകൾ. കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്ന കൽപ്പന നിങ്ങൾ ലംഘിക്കുന്നു. നിങ്ങൾ ഞായറാഴ്ചയും ജോലി ചെയ്യുന്നു. തിരക്കു കാരണം പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നില്ല. പലരും ദൈവാലയങ്ങളിൽ വരുന്നത് ദൈവത്തെ നിന്ദിക്കാനും കുറ്റം വിധി നടത്താനുമത്രേ. അനേകർ വിശ്വാസം ഉപേക്ഷിക്കും, ഭൗതികതയുടെ പിടിയിലാകും. ഭരണാധികാരികൾ ധാർമ്മിക മൂല്യങ്ങൾക്ക് നിരക്കാത്ത നിയമനിർമ്മാണത്തിലൂടെ പാപം ചെയ്യാൻ നിയമപരമായ പരിരക്ഷയുണ്ടാക്കും. സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ജീവിതത്തെ ന്യായീകരിക്കുന്ന പുത്തൻ സിദ്ധാന്തങ്ങൾ പ്രചരിക്കും. ജനങ്ങൾക്ക് വിനോദത്തിൽ മാത്രമാകും താല്പര്യം. പാപകരമായ വിനോദങ്ങൾ എങ്ങും പ്രചരിക്കും. സാത്താൻ ശക്തി പ്രാപിക്കും. പിശാചിനു വേണ്ടിയുള്ള ആരാധന കേന്ദ്രങ്ങൾ പോലും ഉണ്ടാകും. വൈദികർക്കിടയിൽ വലിയ ജീർണത സംഭവിക്കും. മലകളെയും നഗരങ്ങളെയും വിഴുങ്ങുന്ന ഭയാനക ഭൂകമ്പങ്ങൾ ഉണ്ടാകും. സഭ അപമാനിതയാകും. ആശയക്കുഴപ്പങ്ങൾ ഉടലെടുക്കും. ലോകത്തിൽ വിനാശകരമായ ദുരന്തങ്ങൾ ഉണ്ടാകും. ആ നാളുകളിൽ ഭൂവാസികൾക്ക് ദുരിതം, യുദ്ധങ്ങളും ക്ഷാമങ്ങളും പകർച്ചവ്യാധികളും ഉണ്ടാകും. ചുറ്റും കണ്ണോടിക്കുക. ലോകത്തിലെ തിന്മകൾ, സഭയുടെ അവസ്ഥകൾ, ദുരന്ത സംഭവങ്ങൾ, പൈശാചിക വിളയാട്ടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ. അമ്മ പറഞ്ഞതെല്ലാം സംഭവിക്കുന്നു. മക്കളെ ഓർത്ത് കരയുന്ന അമ്മയെ നമുക്ക് ആശ്വസിപ്പിക്കാം. ആ കരവലയത്തിൽ അഭയം പ്രാപിക്കാം.